നമ്മൾ അരീക്കോട് സിഐയെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചൈനീസ് പടക്കമാണ് പ്രയോഗിച്ചതാണ്. സ്വാഭാവികമായിട്ടും വീര്യമുള്ള ഒരു കരിമരുന്ന് പ്രയോഗമാണ് അവിടെ നടത്തിയതെങ്കിൽ ഇങ്ങനെ ദൃശ്യങ്ങളിൽ കാണാൻ ആളുകൾക്കിടയിലേക്കാണ് വന്ന് പതിക്കുന്നത്. വലിയ അപകടത്തിനൊക്കെ വഴിവെച്ചേനെ. എന്താണ് നമുക്ക് ആ തരത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? പക്ഷെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ വർണ്ണാഭമായ ഈ താരങ്ങളൊക്കെ അനയിക്കുമ്പോൾ ഇത്തരത്തിൽ വർണ്ണാഭമായ പടക്കങ്ങളാണ് ഉപയോഗിക്കാറ്. മുകളിൽ പോയി പൊട്ടുന്ന തരത്തിൽ അമിട്ട് മോഡലുള്ള പടക്കങ്ങളാണ് ഇങ്ങനെയുള്ള ടൂർണമെന്റുകളൊക്കെ ഉപയോഗിക്കാറ്. വീര്യം കൂടിയ അത്തരത്തിലുള്ള കരിമരുന്ന് പ്രയോഗങ്ങൾ പൊതുവെ നടക്കാറില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിൽ വർണ്ണാഭമായ പൂത്തിരി പോലുള്ള താരങ്ങളൊക്കെ സൈഡ് ലൈനിന് സമീപമായി പൂത്തിരി കത്തിക്കുക പോലുള്ള പടക്കങ്ങളും അത്തരത്തിലുള്ള കരിമരുന്ന് പ്രയോഗങ്ങൾ തന്നെയാണ് സാധാരണഗതിയിൽ നടക്കാറ് എന്നുള്ളതാണ്. അതിന് സമാനമായ രീതിയിലുള്ളത് തന്നെയാണ് ഈ അരീക്കോട് തെരട്ടമ്മൽ ഗ്രൗണ്ടിലെ ഫൈനൽ മത്സരത്തിന് മുൻപാകെയും നടന്നിട്ടുള്ളത്. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന് വീര്യം കുറവാണെങ്കിൽ സ്ഥിതി മറ്റൊന്നായനെ, കുറച്ചുകൂടി ആശങ്കാജനകമായ ഒരു സാഹചര്യം ആയനെ എന്നുള്ളത് തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. അത് സമീപകാലത്തായി ഉയർന്നിട്ടുള്ള സെവൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നത് തന്നെയാണ് ഇന്ന് നടന്ന സംഭവം എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് ഒരു രത്നം ചുരുക്കം പറഞ്ഞാൽ നടന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. അതായത് സെമി ഫൈനൽ മത്സരം കഴിഞ്ഞു. ഫൈനൽ മത്സരത്തിന് മുമ്പാകെയാണ് ഇത്തരത്തിൽ കരിമരുന്ന് പ്രയോഗം നടത്തുന്നത്. സെൻട്രൽ ലൈനിലായി താരങ്ങൾ അണിനിരക്കും. രണ്ട് ടീമിലെയും താരങ്ങൾ അണിനിരക്കുന്ന സമയത്താണ് ഈ ഒരു പ്രയോഗം നടക്കുന്നത്. അത് ദിശ തെറ്റിയാണ് ഈ സൈഡ് ലൈനിലായി ഇരുന്ന ഈ ഗാലറിയും കവിഞ്ഞുള്ള കാണികളാണ് കവിഞ്ഞ് ഈ മൈതാനത്തിന് കോർണർ ഫ്ലാഗിന് തൊട്ടരികെ ഈ 4 വശങ്ങളിലുമായി കാണികളിരിക്കും. ആ കാണികളിലേക്ക് മേലെ പതിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അവിടെ ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ 2 ആംബുലൻസുമായി ആസ്റ്റർ മദർ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് കൂടുതൽ ആംബുലൻസ് എത്തി നാട്ടുകാരുടെ ഉൾപ്പെടെ സംയോജിതമായ രക്ഷാപ്രവർത്തനം നടന്നു. അങ്ങനെ ആളുകളെ എല്ലാം ആശുപത്രികളിലേക്ക് മാറ്റി എല്ലാവർക്കും ചികിത്സ നൽകുന്നുണ്ട്. ഇപ്പോൾ ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ള ആശ്വാസ വാർത്ത ഇവിടെയുണ്ട്. രണ്ടാമത്തേതായി മത്സരത്തിന്റെ ക്രമീകരണം ഉൾപ്പെടെയുള്ള സെവൻസിന്റെ ഇപ്പോൾ സമീപകാലത്തായി വരുന്ന പോരായ്മകളിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു സംഭവം കൂടിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അധികൃതരുടെ പ്രതികരണം വരേണ്ടതുണ്ട്. ആ കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. ഈ മണിക്കൂറിൽ നമുക്കൊരു സംഭവം, അത് ആശങ്കാജനകമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. പക്ഷേ അതിനൊരു ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് പങ്കുവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്ഷയ, അരുൺ, ചൈനീസ് പടക്കമാണെന്ന് അവിടെ പ്രയോഗിച്ചതെന്ന് CI പറയുന്നുണ്ട്. അരീക്കോട് CI നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഇനി ഇതിലിപ്പോൾ മറ്റ് കാര്യങ്ങൾ പോലീസിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇത് ആളുകൾക്ക് ചെറുതാണെങ്കിലും പരിക്കേറ്റിട്ടുണ്ട്, ഇങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ആ തരത്തിൽ പോലീസിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? ബന്ധപ്പെടാനായിട്ടുണ്ടായിരുന്നു? ഏകദേശം നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 20-ന് മുകളിൽ തന്നെ ആളുകൾ ആശുപത്രിയിലുണ്ട്. ഇവരെല്ലാം തന്നെ ഏറ്റവും അടുത്തായിരുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഈ പടക്കം നേരിട്ട് എത്തിയ ആ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് കൂടുതലായും പരിക്കേറ്റിട്ടുള്ളത്. ഇവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകി വരികയാണ് എന്നുള്ളത് തന്നെയാണ്. പലർക്കും പൊള്ളലേറ്റിട്ടുണ്ട്. നിരവധി പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരൊക്കെ ആസ്റ്റർ മദർ ഹോസ്പിറ്റലാണ്. ഈ തെരട്ടമ്മൽ ഗ്രൗണ്ടിന് അടുത്തുള്ള ഹോസ്പിറ്റൽ തന്നെയാണ്, സ്വകാര്യ ആശുപത്രിയാണ്. അവിടേക്കാണ് നിരവധി പേരെയും ഒട്ടുമിക്ക ആളുകളെയും കൊണ്ടുപോയിട്ടുള്ളത്. അതിന് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രികളിലൊക്കെയായി അവിടെയൊക്കെ ചികിത്സ നൽകി വരുന്നുണ്ട് എന്നാണ് പോലീസ് ആദ്യ ഘട്ടത്തിൽ നമുക്ക് നൽകുന്നവരൊപ്പം തന്നെ ഈ അധികൃതരും നാട്ടുകാരും ഒക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരം അത് തന്നെയാണ്. അക്ഷയ, ശരി അരുൺ, എന്തായാലും എത്ര പേരിപ്പോൾ ആശുപത്രിയിലുണ്ട്? ആ തരത്തിലുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അരുൺ, ആ വിവരങ്ങൾ ശേഖരിക്കുക.